നമസ്കാരം. ഫോക്കസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കൊച്ചു മിടുക്കനെ അങ്ങ് പരിചയപ്പെട്ടാലോ. സംഗീതം, അഭിനയം എന്നീ മേഖലകളിൽ തൻ്റേതായ കയ്യൊപ്പ് ചാർത്തിയ ഒരു കൊച്ചു കലാകാരൻ. വിവിധ ചാനലുകളിൽ സ്വന്തം പരിപാടികൾ അവതരിപ്പിച്ച് ജനശ്രദ്ധ നേടിയ ഒരു മിടുക്കൻ. ഫോക്കസിൽ ഞങ്ങൾ പരിചയപ്പെടുത്തിയതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഈ കൊച്ചു കലാകാരൻ. വളരെ സന്തോഷം ശ്രീദേവിനെ നമുക്ക് ഫോക്കസിലേക്ക് ഒരു അതിഥിയായി കിട്ടിയതിൽ. മോനെ മഞ്ചേരി വീട് അല്ലേ? എൻ്റെ വീട് മഞ്ചേരിയിൽ അരികിഴായ എന്ന് പറയുന്ന സ്ഥലത്താണ്. അച്ഛൻ എന്ത് ചെയ്യണോ? അച്ഛൻ ബാങ്കിലെ മാനേജറാണ്. അർബൻ ബാങ്കിലാണ്, കൊണ്ടോട്ടി ബ്രാഞ്ചിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അമ്മയോ? അമ്മ വീട്ടമ്മയാണ്. എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ അമ്മയാണ്. പിന്നെ സിസ്റ്റർ ഉണ്ട് അല്ലേ? ഒരു ചേച്ചിയുണ്ട്. ചേച്ചി ഇപ്പോൾ കാലടി ആദിശങ്കര കോളേജ് ബിടെക് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് വാസ്തവത്തിൽ ഒരു കൊച്ചു കലാകാരനല്ല, ഒരു വലിയ ആളാണ്. വാവരാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ? മാളികപ്പുറം എന്ന് പറഞ്ഞ സീരിയലിൽ. എങ്ങനെ ഉണ്ടായിരുന്നു ഈ അനുഭവങ്ങൾ? എത്ര കാലം ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നത്? അത് ഒരു 1.5 വർഷം ഷൂട്ട് ഉണ്ടായിരുന്നു. മോനെ ഏത് ക്ലാസ് പഠിക്കുമ്പോഴാണ് തുടങ്ങിയത്? 7th ആയപ്പോഴൊക്കെ തുടങ്ങിയിരിക്കണം. 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് തുടക്കം അല്ലേ? അങ്ങനെ അത് ഒരു 1.5 വർഷത്തോളം അങ്ങനെ ആയിട്ട് പോയി. അത് ആദ്യം കുറച്ച് മാസം ഉണ്ടാവും എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ അത് നല്ല റേറ്റിംഗ് കിട്ടി, പ്രേക്ഷകർ അത് സ്വീകരിച്ചു. അപ്പോൾ ഞങ്ങളങ്ങനെ ഷൂട്ടിങ് നേരിട്ട് കൊണ്ടുപോയി. അങ്ങനെയാണ് വാവരായിട്ട് അഭിനയിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു ഒരു അഭിനയിക്കാനുള്ള ഒരു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾക്ക് ആരാണ് അതിൻ്റെ സംവിധായകൻ? വിനോദ് ഭഗവതി നട എന്ന് പറഞ്ഞൊരു സാറാണ്. പിന്നെ ക്യാമറാമാൻ ഷിൻജിത്ത് എന്ന് എല്ലാം പറഞ്ഞൊക്കെ തരും കാര്യങ്ങളൊക്കെ. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനത്തെ സീരിയൽസിലൊക്കെ. അപ്പോൾ പലതരം ഷോർട്സ് ഡയറക്ടിങ് ഒക്കെ നേരിട്ട് കണ്ടുപഠിക്കാൻ പറ്റി. പിന്നെ കുറെ ഫ്രണ്ട്സിനെ കിട്ടി. അല്ല, അപ്പോൾ അത് മാളികപ്പുറത്തിൽ അഭിനയിക്കുന്നതിന്റെ മുമ്പ് സ്കൂളിലൊന്നും പോലും ചെയ്തിട്ടില്ല? അഭിനയമൊന്നും ഉണ്ടായില്ല? അഭിനയൊന്നും ഞാൻ സ്കൂളിലൊന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. കേരളത്തിലെ ഡ്രാമ ജൂനിയേഴ്സ് എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോയില് ഡ്രാമാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് റിയാലിറ്റി ഷോസ് എന്ന് പറയുമ്പോൾ ചുറ്റും ക്യാമറ വയ്ക്കും. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും കിട്ടും. പക്ഷെ ഇത് ഒറ്റ ക്യാമറ അല്ലേ ഉള്ളൂ. അപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും ആ പരിധി വിട്ട് പോകാൻ പാടില്ല. അങ്ങനത്തെ ഒരു മെത്തേഡ് ഓഫ് ആക്ടിങ് അവിടെ നിന്നാണ് പഠിച്ചത്. ആ മാളികപ്പുറം എന്ന് പറയുന്ന സീരിയലിന്റെ പ്രൊഡ്യൂസർ ആരാണ്? ഈ മെർലാൻഡ് പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞുള്ള പഴയ അപ്പോൾ മെർലാൻഡ് പ്രൊഡക്ഷൻസിലെ നമ്മുടെ ശരണ്യ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ചേച്ചിയായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ കുറേ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സെറ്റൊക്കെ കാണാൻ പറ്റി. ഒരുപാട് സിനിമകളൊക്കെ അവിടെ ഒരു വാളിൽ, അവർ എടുത്ത സിനിമകളൊക്കെ അവിടെ ഒരു വാളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ പറ്റി. ഒരു നല്ല രസമാണ് അവിടെ. ഭയങ്കര അറേഞ്ച്മെന്റ്സും പിന്നെ പഴയ സിനിമകളിൽ യൂസ് ചെയ്തിരിക്കുന്ന പല എക്യുപ്മെന്റ്സും അതൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റി. പിന്നെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലുണ്ടായിരുന്നു ഷൂട്ടുകൾ. അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. നമുക്കൊരു കാര്യം ചെയ്യാം. വാവരും അറിയാലോ അയ്യപ്പനും തമ്മിലുള്ള ബന്ധം, നമുക്കൊരു ട്രിബ്യൂട്ട് കൊടുക്കാം. ഓക്കെ. അപ്പോൾ മോന് ഇഷ്ടമുള്ളൊരു അയ്യപ്പ ഭക്തിപ്പെട്ട ഒരു ഗാനങ്ങൾ നാല് വരി പാടിയാൽ മതി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ, നിത്യസത്യദയാനിധിയേ, ഇനി കൽപ്പാന്തമിഴിതൾ തുറന്നിടണേ. ഇരുമുടി നിറയുമീ ദുരിതം ഒഴിയണേ. ഇഹപരശാന്തി തൻ അമൃതം അരുളണേ. മനസ്സാകും പുലിമേലെ വാഴണേ. ജന്മശനി നീക്കി ശരിയേകിടണമേ. ഈ പാണക്കാട് കുടുംബത്തെ കുറിച്ച് മുൻപൊരു പാട്ട് പാടി. അങ്ങനെ ഒരു ചാൻസ് എങ്ങനെ വന്നതാണ്? എന്താണ് അതിന്റെ ഒരു കാരണം? അത് ഞങ്ങളുടെ ആ പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടർ ഹനീഫ മുടിക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള ഹനീഫാക്ക ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു പാണക്കാട് തങ്ങളിനെ കുറിച്ചൊരു പാട്ടുണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. അദ്ദേഹത്തിന് നേരത്തെ അറിയായിരുന്നോ? അദ്ദേഹത്തിന് ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. നേരത്തെ ഇതുവരെ കണ്ടിട്ടില്ല. അതാണ് ഇപ്പോൾ പാണക്കാട് തങ്ങളെ. അപ്പോൾ അത് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് കൊടപ്പനക്കൽ തറവാട്ട് പോയി ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ റെക്കോർഡിങ് കഴിഞ്ഞു. പിന്നെ ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് ഷൂട്ട് ഫിക്സ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ നേരെ കൊടപ്പനയ്ക്ക് പോയി. അവിടെ
നല്ല തിരക്കുണ്ടായിരുന്നു തങ്ങളെ കാണാൻ. അതെ, തങ്ങളെ കാണാൻ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഷൂട്ട് ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. അത് പുറത്തു കൂടെയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ബാക്കി പിന്നെ അവിടുത്തെ തൂക്കുപാലവും പിന്നെ കടലുണ്ടിപ്പുഴയും ഒക്കെ കാണാൻ അവിടെ നിന്നൊക്കെ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തങ്ങളെ ഞാൻ കണ്ടു. അപ്പോൾ ഹനീഫാക്ക പാട്ട് കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ തങ്ങൾ ഇത് നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആദ്യം വീട്ടിനകത്തുനിന്ന് തന്നെ പല്ലവി ജസ്റ്റ് പാടിയെടുത്തു. അപ്പോൾ ഞങ്ങൾ തന്നെ ഇത് വണ്ടറടിച്ച് നിൽക്കുക. എന്തായാലും ഇത്രയും കിട്ടിയാലോ എന്നാൽ പോവാന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അകത്തുനിന്ന് എന്നെ തങ്ങൾ വിളിച്ചു, മോനെ വാ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ബാക്കി തങ്ങൾ എൻ്റെ ഒപ്പം കൊടപ്പനക്കൽ തറവാടിൻ്റെ ഫ്രണ്ട് വരെ നടന്ന് ഫുള്ള് പാട്ടും ഞങ്ങൾ ഷൂട്ട് ചെയ്തു. എനിക്ക് അഭിനയിക്കാൻ പറ്റണില്ല, ഇത് പാടണ്ടേ. എന്നിട്ട് ഞങ്ങളിങ്ങനെ നടന്നു വന്ന് കൊടപ്പനക്കലുടെ ഫ്രണ്ടിലെത്തുമ്പോൾ ആൾക്കാർ ഓട്ടോയിലൊക്കെ പോകുന്നുണ്ട്. അവരൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ നോക്കുക. അദ്ദേഹം നല്ലൊരു കലാസ്വാദകനാണ്. അതെ. എന്നിട്ട് അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തങ്ങൾ പോയി. ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയി. പിന്നെ പാട്ട് ഇറങ്ങിയപ്പോഴും ഞങ്ങൾ പോയി. പാട്ട് ഇഷ്ടമായി പോയി. അപ്പോൾ പാട്ട് ഇറങ്ങണ ദിവസം ഞങ്ങൾ തങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് അത് ഇതാക്കണ മാതിരി അന്ന് പോയപ്പോൾ ഞങ്ങൾക്ക് അകത്തുനിന്ന് എനിക്കൊരു പെട്ടി സ്വീറ്റ്സ് ഒക്കെ തന്നു. പിന്നെ ചായ ഒക്കെ കുടിച്ചു. അങ്ങനെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. സ്ഥാപനത്തിലെ ട്രഷറർ കൂടിയാണ് മനോഹർ അലി ശിഹാബ് തങ്ങൾ. പിന്നെ അദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് ഈ കോളേജിന്റെ ഫൗണ്ടർ. ഇപ്പോഴത്തെ പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മനോഹർ അലി തങ്ങളുടെ ആളാപ്പാണ്. അപ്പൊ ആ കുടുംബത്തിന്റെ വേണ്ടിയിട്ട് മോൻ പാടിയ ആ പാട്ടിന്റെ ഒരു 4 വരികൾ പാടിത്തരാം. കറപുരളാത്ത കറുത്ത തൊപ്പിക്കകത്തു കാണാം വെട്ടം, കൽബു തുറന്ന സവിധം ചെന്നാൽ കാണാം പുഞ്ചിരി നോട്ടം. കിരീടമില്ല സുൽത്താൻമാര പാണക്കാടിൻ ചന്തം, കിരീടമില്ല സുൽത്താൻമാര പാണക്കാടിൻ ചന്തം. സെയ്ദ് ശിഹാബ് തങ്ങൾ പേരും പെരുമകൾ പൈതൃകബന്ധം, പെരുമകൾ പൈതൃകബന്ധം. പാണക്കാട് പൂത്ത് തളിർത്ത് വിടർന്ന മുല്ലപ്പൂക്കൾ, പൂക്കളിൻ പെരുമകൾ പാടാൻ എന്നുടെ കവിഭാവന തികയൂല. ഷിഹാബ് കാരപ്പറമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അങ്കിളായിരുന്നു. അവരൊക്കെ പരിചയപ്പെട്ടു. ഞങ്ങൾ ഒരുമിച്ചാണ് കൊടപ്പനക്കൽ തറവാട്ടിക്ക് പോയത്. സ്കൂളിലാണ് പഠിക്കുന്നത്? മഞ്ചേരിയിൽ. ഞാൻ മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഏത് ക്ലാസ്സില്? ഞാൻ 8th കഴിഞ്ഞു, ഇനി 9th. സ്കൂളിലെത്തി പോയി. ഓക്കെ. അഭിനയാണോ അതോ സംഗീത പാട്ടാണോ ഇഷ്ടം? അയ്യോ, അത് രണ്ടും എനിക്ക് ഒരേപോലെയാ. കാരണം ഇത് രണ്ടും തമ്മിൽ എനിക്ക് വളരെ കണക്ട് ചെയ്തിട്ടുള്ള സംഭവം. പാട്ടുണ്ടെങ്കിൽ എനിക്ക് അഭിനയിക്കാനും പറ്റുള്ളൂ. അങ്ങനെ ഒരു ഇതായിരുന്നു. അങ്ങനെ വരുന്നത് കണക്ഷൻ? അത് ഞാൻ പല സ്കിറ്റുകളുടെ കൂടുതൽ സ്കിറ്റിലും ഞാൻ പാട്ട് പാടിയിട്ടായിരിക്കും. പിന്നെ ഞാൻ പാട്ട് പാടി ടോപ്പ് സിംഗറിലാണ് എനിക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ രണ്ടും എനിക്ക് ഒരേ ഇമ്പോർട്ടന്റ് ആണ്. ഈ കോമഡി ചെയ്യാൻ ഇഷ്ടമാണ്? കോമഡി ചെയ്യാൻ ഇഷ്ടമാണ്. സീരിയസ് റോളിനേക്കാളും ഇഷ്ടം കോമഡിയാണോ? കോമഡിയാണ്. ഏതാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക? ആളുകൾക്ക് എപ്പോഴും സീരിയസിനെക്കാട്ടും ഇത്രയും കൂടി ഇഷ്ടം കോമഡി ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇത് തോന്നല്. പക്ഷേ സീരിയസ് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ആൾക്കാരുണ്ട്. എങ്ങനെയാണ് ഈ ചാനലിലുള്ള പ്രോഗ്രാമിലൊക്കെ മാളികപ്പുറം എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അതിൻ്റെ സാഹചര്യം എങ്ങനെയായിരുന്നു? എൻ്റെ തുടക്കം ഞാൻ തുടങ്ങിയത് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 2-ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഓഡീഷൻ്റെ ഇത് കണ്ടപ്പോൾ വിളിച്ച് അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ അവിടെ നല്ല കുട്ടികൾ, ഒരുപാട് കുട്ടികൾ, മിനിമം 2000 കുട്ടികളുണ്ടാവും. കോഴിക്കോടായിരുന്നു അതിന്റെ ഫസ്റ്റ് ഓഡീഷൻ. അവിടെ പോയി എനിക്ക് അവിടുന്ന് കിട്ടി. അങ്ങനെ ഫൈനൽ ഓഡീഷനിലേക്ക് തെരഞ്ഞെടുക്കുന്ന ജഡ്ജസ് ഒക്കെ ആരായിരുന്നു? അതൊക്കെ ഗ്രൂമേഴ്സത്ത് തന്നെ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അവരെ പാട്ട് പാടി കൊടുക്കേണ്ടി വന്നില്ലേ? രണ്ട് പാട്ടുകൾ പാടി. ഏതൊക്കെ? ഒന്ന് ഒരു മധുരക്കിനാവിൻ ആണ്. പിന്നെ വേറൊന്ന് ഏതാന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. പണ്ടായിരുന്നു ഞാൻ അപ്പോൾ അങ്ങനെ ഒരു സെലക്ടഡ് സീൽ അടിച്ചു. യെസ് എന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ അതോട് കൂടിയിട്ട് ആണ് സ്റ്റാർട്ടിങ് ഫ്ലവേഴ്സ് തുടങ്ങുന്നത്. പിന്നെ അതിന്റെ ഷൂട്ടൊക്കെ എവിടെയായിരുന്നു? ഫ്ലവേഴ്സിന്റെ ഷൂട്ട് കൊച്ചിയിലായിരുന്നു. മണിയിട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു അതിന്റെ ഷൂട്ടിങ്. അത് 2 വർഷത്തോളം നീണ്ടു. സ്കൂളിൽ പോകുമ്പോൾ എന്താ ചെയ്തിരുന്നത്? സ്കൂളിൽ ഞാനന്ന് ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിരുന്നല്ലോ. അന്ന് കൊറോണ ടൈം ആയിരുന്നു. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. പിന്നെ യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നു.
അതൊക്കെ അതൊക്കെ പഠിച്ചു വെച്ചിട്ടാണ് പരീക്ഷ വെച്ച് പരീക്ഷ എഴുതി അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് അങ്ങ് പോയി അല്ലേ? ഓക്കെ. അപ്പം അന്ന് ഇങ്ങനെ ഫ്ലവേഴ്സിൽ ഫൈനലിസ്റ്റായി അല്ലേ? ടോപ്പിൽ ഫൈനലിസ്റ്റായി ആയിട്ട് വന്നു. പക്ഷേ വിന്നറായില്ല. ഇല്ല അല്ലേ? വിന്നറായതാരാ? ശ്രീനന്ദ് വിനോദ് എന്ന് പറഞ്ഞിട്ട് കുട്ടിയാണ്. എങ്ങനെയാണ്? വളരെ ഹെൽപ്ഫുൾ ആണ് ഈ ഗ്രൂമേഴ്സും മറ്റുള്ളതൊക്കെ. നല്ല ഹെൽപ്ഫുൾ ആണ്. ഗ്രൂമേഴ്സ് 4 ആൾക്കാരുണ്ട്. ഞാൻ അതില് അപ്കമിങ് സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ വിന്നർ ആയിരുന്നു. ഒരുപാട് സാധ്യതകളുള്ള ഒരു കുട്ടിയാണെന്ന് ജഡ്ജസ് തീരുമാനിച്ചു. വിലയിരുത്തി. അതിന് വലിയ കാര്യമല്ലേ, വലിയ അംഗീകാരമല്ലേ അതൊക്കെ. ഇപ്പോൾ എന്തൊക്കെ പാട്ടുകളാണ് ശരിക്കും സാധാരണ മോന് ഇഷ്ടം? പാടുന്നത് എങ്ങനെയാണ്? സിനിമാ പാട്ടുകളാണ്? സിനിമാ പാട്ടുകളാണ്. എനിക്കതിൽ ഏറ്റവും ഈ അടിപൊളി പാട്ടുകളാണ്, പിന്നെ മെലഡീസും. ഈ 2 എണ്ണത്തിലാണ് എനിക്ക് ഭയങ്കര താല്പര്യമുള്ളത്. പ്രായതാണല്ലോ, അടിപൊളി പാട്ടിനോടായിരിക്കും താല്പര്യം. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരനാരാ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഗാനഗന്ധർവനായ യേശുദാസ് സാർ തന്നെയാണ്. അതന്നെ. പിന്നെ സംഗീത സംവിധായകൻ രവീന്ദ്ര മാസ്റ്റർ. രവീന്ദ്ര മാസ്റ്റർ അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച ഏതെങ്കിലും ഒരു പാട്ടിന്റെ തുടക്കം. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, ശുഭസായാഹ്നം പോലെ, ശുഭസായാഹ്നം പോലെ, തെളിദീപം കളിനിഴലിൻ കൈക്കുമ്പിൽ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. സ്കൂളിൽ ഹീറോ ആണോ? കുറച്ചൊക്കെ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് അല്ലേ? കുട്ടികൾ ക്ലാസ്സിനൊക്കെ പാടിക്കോ? കൊറേ വട്ടം പാടിച്ചിട്ടൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ് ഒക്കെ പാടിപ്പിക്കും അല്ലേ? ഓക്കെ ഓക്കെ. എന്താണ് പഠിക്കാൻ ഇഷ്ടം? സബ്ജക്ട് മാത്സ്. മാത്സ് ഇഷ്ടമാണോ? ബുദ്ധിമുട്ടൊന്നുമില്ല. മാത്സിന് 40 മാർക്കൊക്കെ ഉണ്ട്. ഓ അത് ശരി. അപ്പം ഭാവിയിൽ എന്താവാനാ ഇഷ്ടം? ഭാവിയിൽ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവാൻ ഇഷ്ടമാണ്. കമ്പ്യൂട്ടർ എഞ്ചിനീയർ. കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനാണ് ഇഷ്ടം. നല്ലൊരു ഓപ്ഷനാണ് MBA എഞ്ചിനീയറിംഗ് കോളേജ്. ഓക്കെ. വളരെ സാധ്യതകൾ, നല്ല ഡിപ്പാർട്ട്മെന്റാണ്. NBA അക്രഡിറ്റേഷനൊക്കെ ഉള്ള ഡിപ്പാർട്ട്മെന്റാണിത്. ഈ സി കേരളം ചാനലിൽ എങ്ങനെ എത്തിപ്പെട്ട മോനോ? ഞാൻ ഫ്ലവേഴ്സിൽ ഈ പാട്ടുകളുടെ തുടക്കത്തിലൊക്കെ ആയിട്ട് ചില സ്കിറ്റുകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അത് അങ്ങനത്തെ റൗണ്ട്, അങ്ങനെ ഒരു സ്കിറ്റ് അവർ ചെയ്യിക്കുന്നതാണ് അല്ലേ? അങ്ങനത്തെ ഒരു സ്കിറ്റ് ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് അങ്ങനത്തെ സ്കിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ പാടിയ രാക്ഷസി എന്ന് പറഞ്ഞൊരു പാട്ട് അങ്ങനെയാണ്. അപ്പോൾ അതിൽ തോന്നുന്നത് സ്റ്റേജ് ഫിയറൻസ് ഒക്കെ കുട്ടികളിൽ മാറ്റിയെടുക്കാനുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ അതിലൂടെ എൻ്റെ അഭിനയം കണ്ടിട്ടാണ് എന്നെ സി കേരളത്തേക്ക് വിളിച്ചത്. അവിടെ 44-ലധികം സ്കിറ്റുകൾ ചെയ്തു. അത്രയും ക്യാരക്ടേഴ്സ് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റി. അത് എത്ര കാലം സമയം എടുത്തു അതിന്? അതൊരു 6-7 മാസം. അപ്പൊ അത്രയും എറണാകുളത്ത് അപ്പൊ അത്രയും ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി. പല വേഷങ്ങൾ, പല ഭാവങ്ങൾ ഒക്കെ അവിടുന്ന് പഠിക്കാൻ പറ്റി. അതിൽ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേഷം എന്താണ്? ഓർമ്മയുണ്ടോ? അതിൽ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് റെസ്ലിംഗ് എന്ന് പറഞ്ഞൊരു സ്കിറ്റ് ഉണ്ടായിരുന്നു. അതിൽ മറ്റേ കമാൻഡറായിട്ട് എപ്പോഴും ഇങ്ങനെ ഈ അടി കൂടുന്നവരുടെ അടുത്ത് പോയി ഇതാക്കണതോ അങ്ങനത്തെ പ്ലേ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിലെന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജിൽ നമ്മൾ ഡ്രാമ അവർ ഇത് തരും, സ്കിറ്റ് ഈ സ്ക്രിപ്റ്റ് അവർ തരും. അവർ പറഞ്ഞു തരും. പിന്നെ സ്ക്രിപ്റ്റായിട്ട് തന്നെ ഡയലോഗ്സ് ഒക്കെ അത് കാണാപ്പാടം പഠിച്ച് പൊസിഷൻസ് നോക്കി അങ്ങനെ തന്നെ ജഡ്ജസിൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യണം. അതിൽ തെറ്റാനൊന്നും പാടില്ല. പക്ഷേ എങ്ങാനും തെറ്റിയാൽ കൈ നിട്ട് കളിക്കണം. അത് നമ്മൾ പണ്ടുള്ള സ്റ്റേജ് നാടകം പോലെ അതേപോലെ തന്നെയായിരുന്നു കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ 22 പേജുള്ള സ്ക്രിപ്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അത്രയും കാണാതെ പഠിക്കണം. വേറെ ഓപ്ഷൻ ഇല്ല. സ്കൂളിലെ സബ്ജക്ട് കൂടി ഇത്ര പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ പഠിച്ച് അങ്ങനെ ആയിട്ട് സി കേരളത്തിൽ ഇവിടെ വരെ ഏത് സ്റ്റേജ് വരെ എത്തി? ഞാൻ ഫൈനൽ വരെ എത്തി. റണ്ണറപ്പ് ആയിരുന്നു, സെക്കൻഡ് റണ്ണറപ്പ് ആയിരുന്നു. പിന്നെ ഒരു ടൈറ്റിൽ വിൻ ചെയ്തു. ഈ പ്രോമിസിങ് ആക്ടർ ഒരു ടൈറ്റിലും വിൻ ചെയ്തു. ഇഷ്ടമുള്ള നടനേതാ മലയാളത്തില്? മോഹൻലാൽ. യെസ്. അദ്ദേഹത്തിന്റെ ആക്ഷൻ ഒക്കെ ഇഷ്ടമാണ്. മമ്മൂക്കനെ അതേപോലെ തന്നെ ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അത് ഈ രണ്ടുപേരും ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കണോണ്ട് പറയുന്നതാണ്. നല്ലൊരു ഇന്റലിജൻസ് ആണ്. ഓക്കെ.
ലാലേട്ടനെ അഭിനയിച്ച ഏത് സിനിമയാണ് ഇഷ്ടം? ലാലേട്ടൻ അഭിനയിച്ച മണിച്ചിത്രത്താഴ് ഇഷ്ടമാണ്, പിന്നെ ദേവാസുര ഇഷ്ടമാണ്, പിന്നെ ആറാം തമ്പുരാൻ. ഇതൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ ആരെയും വിളിച്ചാ? ഒരു സിനിമയിൽ എനിക്ക് പാടാൻ പറ്റിയിട്ടുണ്ട്. അതേ സിനിമയിൽ അതിപ്പോൾ ഇറങ്ങാൻ പോണൊരു ഗോകുൽ എന്ന് പറഞ്ഞൊരു നടൻ്റെ ഒരു സിനിമയാണ്. അതിപ്പോൾ ഇറങ്ങാൻ പോണേ ഉള്ളൂ. മ്ലേച്ഛൻ എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമയിൽ ഞാൻ പാടാൻ പോകുന്നുണ്ട്. സ്കൂളില് പലപ്പോഴും ആബ്സെന്റ് ആവുമല്ലോ അല്ലേ, പരിപാടിക്ക് പോകുമ്പോ. അപ്പൊ അതിന് നോട്ട്സ് ഒക്കെ ആരാ എഴുതി തരാ? അതിന് കുട്ടികളൊക്കെ സഹായിക്കും. പിന്നെ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടാണ്. മനസ്സിലാവാത്തൊക്കെ എപ്പോൾ ചോദിച്ചാലും പറഞ്ഞു തരും. ഞാൻ വിളിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിങ്ങനെ നടക്കാൻ പറ്റുന്നത്. 9ാം ക്ലാസ്സിലേക്ക് എത്തിയത്. പ്രണവ്, അഭിൻദേവ്, ഹിതേന്ദ്ര, അങ്ങനെ കരിക്കാടൊക്കെ ആയിട്ടുണ്ട് കുറെ കുട്ടികള്. അങ്ങനെ ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തതുകൊണ്ട് ധാരാളം സൗഹൃദങ്ങൾ പുതുതായിട്ടുണ്ടായിട്ടുണ്ടാവും. തന്നെ അതെ, പല ജില്ലത്തെ ആൾക്കാര് പാടുന്നവരും അഭിനയിക്കുന്നവരും ഒക്കെ ആയിട്ട് ഒത്തിരി കുട്ടികളായിട്ട് കണക്ഷൻ ഉണ്ടാവില്ലേ? എല്ലാവരായിട്ടും ബന്ധപ്പെടാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ടോപ്പ് സിംഗറാണ്, കുറെ വർഷം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത്രയും ഞങ്ങള് ബ്രദേഴ്സിനെ പോലെയായിരുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ്? എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 2011 ഡിസംബർ 10. മോന് വളരെ ചെറിയ കുട്ടിയാണ്, ന്യൂജനാണ്, അടിച്ചുപൊളി പാട്ടൊക്കെ ആയിരിക്കും ഇഷ്ടം. എന്നാലും പഴയ സംഗീത സംവിധായകരിൽ ആരെയാണ് ഇഷ്ടം? എനിക്ക് രവീന്ദ്രൻ മാസ്റ്റർ പോലെ ഇഷ്ടമാണ്. ബാബുക്കാനെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് മ്യൂസിക് ആണ്. അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച ഒരു പാട്ടിന്റെ 4 വരികൾ. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതികൂടമെന്നുടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതികൂടമെന്നുടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടോ, സ്വപ്നങ്ങൾ കണ്ടോ, നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ തൽപ്പമൊന്നു ഞാൻ വിരിക്കാം. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചോദിക്കുവാൻ. പാട്ട് പഠിക്കണ്ടോ മോനെ? ഞാൻ കുറച്ച് നാളായിട്ട് പഠിക്കുന്നുണ്ട്. ഒരു 2 വർഷമായി ഉണ്ടാവും. ആരാണ് ഗുരു? എന്റെ ബാബുരാജ് വടക്കാഞ്ചേരി എന്ന് പറഞ്ഞുള്ള മാഷാണ്. ഓൺലൈനിലാ? അല്ല, സാറ് മലപ്പുറത്ത് വരും. അപ്പോൾ ബുധനാഴ്ച ഞങ്ങൾ അവിടെ പോയി പഠിക്കുകയാണ്. വളർന്നു വരുന്ന ഒരാൾ ബാബുഖാനെ ഇഷ്ടപ്പെടുന്നു എന്നല്ല എന്നെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. അപ്പൊ ബാബുഖാന്റെ മറ്റേതെങ്കിലും ഒരു പാട്ട് അറിയുന്നത് പാടിയാ മതി, പഠിച്ചു വരുന്നല്ലേ ഉണ്ടാവുള്ളൂ. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. ഗാനലോകവീഥികളിൽ വേണുമോതുമാട്ടിടയൻ. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. നമുക്ക് അവസാനിപ്പിക്കാം. രവീന്ദ്ര മാഷ്, മോനെ ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകൻ രവീന്ദ്ര മാഷാണല്ലോ. മഴ പെയ്താൽ തുള്ളുന്ന പെണ്ണ്, മാനത്തൊരു മഴവില്ല് കണ്ടാലിളകും പെണ്ണ്. പാടത്തെ നെല്ലിനും തീരത്തെ തൈകൾക്കും പാലും കൊണ്ടോടുന്ന പെണ്ണ്. അവളൊരു പാവം പാൽക്കാരി പെണ്ണ്, പാൽക്കാരി പെണ്ണ്. പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്. കല്ലും മലയും മാറിൽ ചാർത്തിയ ചെല്ലക്കൊലുസിട്ട പെണ്ണ്. പുഴയോരഴകുള്ള പെണ്ണ്,
ആലുവ പുഴയൊരഴകുള്ള പെണ്ണ്. നമ്മളെ മലയാള സിനിമയിൽ അഭിനയവും പാട്ടും രണ്ടിലും മിടുക്കരായ ആൾക്കാരുള്ള ആൾ. ഇഷ്ടപ്പെട്ട നടൻ ലാലേട്ടൻ, അദ്ദേഹം അത്യാവശ്യം പാടുന്ന ആ ആളാണ്. അതെ. മഞ്ജു വാര്യർ, ഉം. സിദ്ദീഖ്, ഇവരൊക്കെ ഇങ്ങനെ അത്യാവശ്യം കുറേ ആളുകളുണ്ട് അങ്ങനെ പാട്ടിനെ കുറിച്ച്. പക്ഷെ അവരിൽ പലരും ഒന്നുകിൽ അഭിനയത്തിലായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. പാട്ടുകാർ, മറ്റേ പാട്ട് പാടുന്ന ആളുകളുണ്ടല്ലോ ഒരുപാട് പേര്, ആ പിന്നെ പിന്നണി ഗായകരൊക്കെ, അവരൊക്കെ അഭിനയത്തിന്റെ കാര്യത്തിൽ അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. പക്ഷെ മോനെ എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും പറ്റും. താങ്ക് യു. അപ്പം എന്താ വേണ്ടതെന്ന് വെച്ചാൽ അഭിനയവും സംഗീതവും ഒക്കെ അതേ അളവിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക, അതേസമയം നന്നായി പഠിക്കുക. ഇപ്പോൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ മോന് സംഗീതത്തിലും അഭിനയത്തിലും ഒക്കെ സ്വന്തമായ കയ്യൊപ്പ് ചാർത്തിയ ഒരാളാണ്. ഭാവിയിൽ ഈ രണ്ട് രംഗത്തും ഏറ്റവും ഉന്നതിയിലെത്താൻ, ഉയർച്ചയിലെത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ. ആശംസകൾ. ഈ സ്റ്റുഡിയോയിൽ വന്നതിന് പ്രത്യേകിച്ചും. അയ്യോ, ഓക്കെ, എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഒരു സ്ഥലം തന്നതിനും പിന്നെ ഈ കോളേജിലൊക്കെ വരാൻ പറ്റിയതിനൊക്കെ നല്ല ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ അങ്കിളിനോട് സംസാരിക്കാൻ പറ്റിയതും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. താങ്ക് യു. എൻ്റെ പ്രയാസം എന്താണെന്നറിയോ, ഇത്രയും നാളായിട്ട് മഞ്ചേരിക്കാരനായിട്ടും നിന്നെ കണ്ടെത്താൻ എനിക്ക് പറ്റിയില്ല എന്നുള്ളൊരു പ്രയാസം എനിക്ക് വല്ലാതെ. വാസ്തവത്തിൽ മോൻ മഞ്ചേരിക്കാരനാണെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. ഞാൻ അങ്ങനെയാണ് നിന്നെ തേടിയെടുത്തത്. ഓക്കെ, എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട്. എനിക്കൊരു ഉമ്മ വരും.